വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് ഡയറി. 9ാം ക്ലാസ്സിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ 3 ക്വസ്റ്റ്യൻസ് വരെ, ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ തന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. 4ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. 2 വശങ്ങളുടെ നീളം 8-6 സെന്റിമീറ്ററും പരപ്പളവ് 12 ചതുരശ്ര സെന്റിമീറ്ററും ആയ തുല്യമല്ലാത്ത എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം? ഇനി പരപ്പളവ് 24 ചതുരശ്ര സെന്റിമീറ്റർ ആയാലോ? അങ്ങനെയാണെങ്കിൽ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ചോദ്യം എങ്ങനെയാണ്? ഹൗ മെനി ഡിഫറെന്റ് നോൺ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ക്യാൻ യു ഡ്രോ വിത്ത് 2 sides 8 and 6 centimeters and area 12 centimeter square? What if the area is to be 24 centimeter squares? ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയയും നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ത്രികോണത്തിന്റെ 2 സൈഡ്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ ഇതേ ഏരിയയുള്ള എത്ര ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാം എന്നുള്ളതാണ് ഒരു ചോദ്യം. ദെൻ അതിന് തന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന കാര്യം ഏരിയനെ മാറ്റിയാണ്. ഇപ്പൊ ബാക്കി 2 വശങ്ങളുടെ നീളം 8-6 തന്നെയാണ്. ഏരിയനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? 24 സെന്റിമീറ്റർ സ്ക്വയർ ആക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ അതേ പരപ്പളവുള്ള എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2 സൈഡ്സ്, ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ 2 സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. ഇനി അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണ് തന്നിട്ടുണ്ട്? 12 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ആദ്യം തന്നിരിക്കുന്ന ചോദ്യമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പൊ 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഏരിയ അല്ലെങ്കിൽ പരപ്പളവായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ത്രികോണത്തിന് ബേസ് വേണം, ഹൈറ്റ് വേണം. ബേസും ഹൈറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 2 സൈഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വേണമെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പൊ ആദ്യം തന്നിരിക്കുന്ന 8 സെന്റിമീറ്റർ നമ്മൾ ബേസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ബേസ് ആയിട്ട് ഏതെടുക്കുന്നത്? 8 സെന്റിമീറ്റർ ആണ് ബേസ് എന്ന് എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഇത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് നമുക്ക് ഇനി കണ്ടുപിടിച്ചാൽ മതി? ഹൈറ്റ് കണ്ടുപിടിക്കാം. അപ്പോ ഏരിയ ഈസ് ഈക്വൽ ടു, ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാഫ് ബി ഇൻറ്റു എച്ച് ആണ്. ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അറിയാത്തതായിട്ടുള്ള ഈ ഹൈറ്റ് കിട്ടും. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 1/2 ഇൻറ്റു ബേസ് നമ്മൾ എന്താണെന്ന് എടുത്തിട്ടുണ്ട്? 8 സെന്റിമീറ്റർ ആണെന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ബേസിന്റെ സ്ഥാനത്ത് 8 എന്ന് കൊടുത്തു. ഇനി അറിയാത്തത് എന്താണ്? ഹൈറ്റ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് ഇതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വേണമെങ്കിൽ മാറ്റി എഴുതാം. ഇനി ഇവിടെ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോ 1/2 ഇൻറ്റു 8 ഇൻറ്റു h ഈസ് ഈക്വൽ ടു 12. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2നെ 8ല് ക്യാൻസൽ ചെയ്യാം. 2 ഇൻറ്റു 4 ചെയ്താൽ 8 കിട്ടില്ല. അപ്പൊ 8ല് 2 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. അപ്പൊ ഇവിടെ 4 കിട്ടി. അപ്പൊ 4h ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? h കണ്ടുപിടിക്കാം. ഈ h നെ മാത്രം ഇവിടെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ കൂടെയുള്ള 4 എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവിഷൻ, ഹരണമായിട്ട് മാറും. അപ്പൊ ഇവിടെ ഗുണനം എന്നുള്ളത് ഹരണമാകും. അപ്പൊ ഇവിടെ 12 ഡിവൈഡ് ബൈ ഹരിക്കണം 4 സമം 3. അപ്പൊ നമുക്ക് എന്താ 3 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നത്? ഹൈറ്റ് ആണ് 3 സെന്റിമീറ്റർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒരു ത്രികോണം വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. നമുക്ക് ബേസ് 8 ആണെന്ന് എടുത്തിട്ടുണ്ട്, ഹൈറ്റ് 3 ആണെന്ന് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബേസ് ആദ്യം വരയ്ക്കാം. ഇപ്പൊ ഞാൻ ഇതിന് എ ബി എന്നുള്ള ഒരു രേഖാഖണ്ഡം അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റ് വരച്ചു. ഇതിന്റെ നീളം എത്രയായിട്ട് എടുക്കണം? 8 സെന്റിമീറ്റർ നീളത്തിൽ എ ബി വരച്ചു. കാരണം ഇതാണ് നമ്മുടെ ബേസ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഹൈറ്റ് നമുക്ക് അറിയാം. ഇപ്പൊ 3 സെന്റിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഒരു 3 സെന്റിമീറ്റർ പെർപെൻഡിക്കുലർ ഹൈറ്റ് എടുക്കാം. കറക്റ്റ് ആയിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ ഹൈറ്റിൽ ഒരു 3 സെന്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്യാം. ഇനി നമുക്കറിയാം എങ്ങനെയാണ് ഒരു പാരലൽ ലൈൻ വരയ്ക്കാന്നുള്ളത്. സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് ഒരു പാരലൽ ലൈൻ നമുക്ക് ഇതിൽ കൂടെ കടന്നു പോകുന്ന വിധത്തിൽ വരയ്ക്കുക. പിന്നെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ത്രികോണത്തിന്റെ രണ്ടാമത്തെ സൈഡ് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ 6 സെന്റിമീറ്റർ അകലത്തിൽ നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ദെൻ ഇത് ജോയിൻ ചെയ്യാം. പിന്നെ വരുന്ന ഇത് ബിയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആദ്യത്തെ ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് വേറെ രീതിയിലും ഈ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന് അറിയണ്ടേ? അപ്പൊ ഇതേ ഏരിയ തന്നെ വരുന്ന രീതിയിൽ നമുക്ക് ഒരു ട്രയാങ്കിളും കൂടെ കിട്ടാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കണം.
അതെങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ 8 സെന്റിമീറ്ററിനെയാണ് ബേസ് ആയിട്ട് എടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 6 സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ വശം വന്നിരിക്കുന്നത്. അപ്പൊ ഈ 6 സെന്റിമീറ്റർ വശത്തെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ബേസ് ആയിട്ട് അല്ലെങ്കിൽ പാദമായിട്ട് എടുക്കാം. രണ്ടാമത് നമ്മൾ പാദം അല്ലെങ്കിൽ ബേസ് എത്രയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ രണ്ടാമത്തെ സൈഡ് എത്ര തന്നെയാണ്? 8 സെന്റിമീറ്റർ. അപ്പൊ രണ്ട് വശങ്ങളുടെ നീളവും മാറാൻ പാടില്ല, അതിന്റെ ഏരിയ എന്നുള്ളത് 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്നുള്ളതും മാറാൻ പാടില്ല. അത് ഓർത്ത് വെക്കണം. ഇവിടെ ബേസ് അല്ലെങ്കിൽ പാദം നമ്മൾ 6 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഹൈറ്റ് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഏരിയ കാണാനുള്ള ഇക്വേഷൻ എഴുതുക. അല്ലെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷനിൽ നമുക്ക് എന്താണ് അറിയാത്തത്? ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 1/2 ഇൻറ്റു ബേസ്. ബേസിന് നമ്മൾ 6 ആണ് എടുത്തിരിക്കുന്നത്. ഹൈറ്റ് നമുക്ക് അറിയില്ല, 12 ആണ്. ഏരിയ വരുന്നത് 12. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 6ല് 3 പ്രാവശ്യം. 3h സമം 12. 3h ഈസ് ഈക്വൽ ടു 12. ഇനി നമുക്ക് എന്ത് ചെയ്യാം? h ഈസ് ഈക്വൽ ടു 12/3. ഇറ്റ് ഈസ് എത്ര വരുന്നു? 4. അപ്പൊ h അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 4 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അപ്പോ ഇപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിന്റെ ഒരു വശം 6 സെന്റിമീറ്റർ, അതാണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിന്റെ ഹൈറ്റ് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 4 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അതിന്റെ രണ്ടാമത്തെ വശം എത്ര തന്നെയാണ്? 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ രീതിയിൽ ഒരു ട്രയാങ്കിൾ നമുക്ക് വരച്ചു നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബേസ് ഒരു 6 സെന്റിമീറ്റർ ആയിട്ട് എടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ എ ബി എന്ന് പേര് കൊടുത്തു. 6 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യണം? എ ബി ബേസ് വരയ്ക്കണം. ഇവിടുന്ന് ഹൈറ്റ് വരുന്നത് ഒരു 4 സെന്റിമീറ്റർ ആണ്. നമ്മളിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരലൽ ലൈൻ വരയ്ക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? 8 സെന്റിമീറ്റർ ആണ് രണ്ടാമത് തന്നിരിക്കുന്ന സൈഡ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ കോമ്പസ് വെച്ചിട്ട് 8 സെന്റിമീറ്റർ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ 8 സെന്റിമീറ്റർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യണം? ഇനി ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എടുക്കുക? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ഹൈറ്റ്. ഇത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കും നമുക്ക് രണ്ടാമത് ഒരു ത്രികോണം വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. ഇതിന്റെയും ഏരിയ എത്ര തന്നെയാണ്? ഇതിന്റെ ഏരിയയും 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത് 8 സെന്റിമീറ്റർ ആയിരിക്കും ഈ രണ്ടാമത് വന്നിരിക്കുന്ന സൈഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ പറയാം? 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും രണ്ട് വശങ്ങളായിട്ട് വരുന്നതും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് 12 സെന്റിമീറ്റർ സ്ക്വയർ ആയി വരുന്നതുമായ രണ്ട് ത്രികോണങ്ങളാണ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത്. ആദ്യത്തേത് ബേസ് 8 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടിയത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് പാരലൽ ലൈൻ വരച്ചതിന് ശേഷം 6 സെന്റിമീറ്റർ രണ്ടാമത്തെ സൈഡ് നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്യാം, അത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത് എടുത്തപ്പോൾ നമ്മൾ എന്തെടുത്തു? 6 സെന്റിമീറ്ററിന് നമ്മൾ ബേസ് ആയിട്ട് എടുത്തു. ബേസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഹൈറ്റ് നമുക്ക് 4 സെന്റിമീറ്റർ ആണ് എന്നുള്ളത് കിട്ടി. അപ്പൊ 4 സെന്റിമീറ്റർ അകലത്തിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരയ്ക്കാം. ഈ രണ്ട് ആംഗിൾസ് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു പെർപെൻഡിക്കുലർ വരച്ച് നോക്കിയിട്ട് ദെൻ അതിൽ 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. അതിൽ കൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കാം. ദെൻ ഇവിടെ നിന്ന് 8 സെന്റിമീറ്റർ ആ പോയിന്റ് ആ പാരലൽ ലൈനിൽ മാർക്ക് ചെയ്യാം. ദെൻ ഈ രണ്ട് സൈഡ് ജോയിൻ ചെയ്യാം. ഇതിവിടെ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഈ എ ബി എന്നുള്ളത് ഇവിടെ തുടങ്ങി ഇവിടെ വരെയാണ്. ഇത് ഞാൻ ആ ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ 4 സെന്റിമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് വരുന്നത്. ദെൻ ഈ കേസിലും എന്ത് തന്നെയാണ് വരുന്നത്? ഏരിയ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ് നമ്മൾ ട്രയാങ്കിൾസ് വരച്ചത്. ഇതിൽ തന്നെ രണ്ടാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇഫ് ദ ഏരിയ ഈസ് ടു ബി 24 സെന്റിമീറ്റർ സ്ക്വയർസ്. അതിന്റെ പരപ്പളവ് 24 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ എത്ര ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ബേസ് ആയിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ ആദ്യം 8 സെന്റിമീറ്റർ എടുത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? നേരത്തെ പോലെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഹാഫ് ബി എച്ച് ഈസ് ഈക്വൽ ടു ഏരിയ 1/2 ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 8 ആണ് ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 24 ആണ് നമ്മുടെ ഏരിയ വന്നിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് നമുക്ക് ഇതിൽ ക്യാൻസൽ ചെയ്യാം. 4 പ്രാവശ്യം 4h ഈസ് ഈക്വൽ ടു 24. അപ്പൊ h എത്രയാണ്? 24/4 എത്രയാ? 6 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിനെ എങ്ങനെയാണ് വരയ്ക്കാൻ സാധിക്കുക? ആദ്യം നമ്മൾ ബേസ് വരയ്ക്കുന്നു, 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, എ ബി 8 സെന്റിമീറ്റർ നമ്മൾ നീളത്തിൽ എ ബി വരയ്ക്കുന്നു. ഇനി നമുക്ക് എന്ത് വേണം?
6 സെന്റിമീറ്റർ ഹൈറ്റ് മാർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ 6 സെന്റിമീറ്റർ നമ്മൾ ഇവിടുന്ന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് എവിടെയെങ്കിലും ഹൈറ്റ് മാർക്ക് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ ഹൈറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പാരലൽ ലൈൻ വരയ്ക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിന്റെ രണ്ടാമത്തെ വശം എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ 6 സെന്റിമീറ്റർ കോമ്പസിൽ സ്കെയിലിൽ വെച്ചിട്ട് അളന്നെടുക്കാം. സ്കെയിലിൽ കോമ്പസ് കൊണ്ട് 6 സെന്റിമീറ്റർ അളന്നെടുത്തിട്ട് കോമ്പസ് എയിൽ വെക്കുക. 6 സെന്റിമീറ്റർ ഹൈറ്റ് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നേരെ തന്നെ കിട്ടും. കാരണം എന്താ, ഈ രണ്ടാമത്തെ വശവും ഹൈറ്റും നമുക്ക് 6 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ ഈ ഹൈറ്റ് എത്രയാണോ അത് തന്നെയാണ് രണ്ടാമത്തെ വശം എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഇങ്ങനെ 6 സെന്റിമീറ്റർ സൈഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബിയിലേക്ക് രണ്ടാമത്തെ സൈഡ് ഇതിനെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മളോട് വരയ്ക്കാൻ സാധിക്കാവുന്ന എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ കേസിൽ നമുക്ക് ഇവിടെ 6 സെന്റിമീറ്ററും ഇവിടെ 8 സെന്റിമീറ്റർ ഏരിയ എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബേസ് 6 സെന്റിമീറ്റർ ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ ബേസ് എന്ന് പറയുന്നത് എത്രയായിട്ട് എടുത്തു, 6 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. അപ്പൊ ഹൈറ്റ് എത്രയായിരിക്കും, 1/2 BH is equal to 24 ആണ്. അപ്പൊ അതിൽ ഈ ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 6 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ, നേരത്തെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 3 കിട്ടും. ഓക്കെ, അപ്പൊ 3H is equal to 24. ഹൈറ്റ് എത്ര കിട്ടും, 24/3 is equal to 8 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 8 സെന്റിമീറ്റർ ആണ് നമുക്ക് ഹൈറ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി ബേസ് എത്രയാണ് നമുക്കറിയാം, 6 സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ എടുത്തു. അപ്പൊ 6 സെന്റിമീറ്ററിൽ നമ്മളൊരു AB എന്ന ബേസ് വരച്ചു. ഓക്കെ, 6 സെന്റിമീറ്റർ എടുത്തു. ഇനി ഹൈറ്റ് വരുന്നത് എത്രയാണ്, 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ 8 സെന്റിമീറ്റർ അകലത്തിൽ നമ്മൾ നേരത്തെ പോലെ ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. ഇനി രണ്ടാമത്തെ വശം നമുക്ക് ഏതാണ് എടുക്കേണ്ടത്, 8 സെന്റിമീറ്റർ തന്നെയാണ് അല്ലെ. ആദ്യത്തെ 6 സെന്റിമീറ്റർ നമ്മൾ ബേസ് ആയിട്ട് എടുത്തു, ഹൈറ്റ് 8 ആണ്. അത്രയും ഹൈറ്റ് ഉള്ള രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ നമുക്ക് എവിടെ തന്നെ കിട്ടും, ഇതിന്റെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ ഇവിടെയാണ് നമുക്ക് വരുന്ന 8 സെന്റിമീറ്റർ രണ്ടാമത്തെ സൈഡ്. ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും സെയിം ആണ് അല്ലെ. ഒരു വശം 8 സെന്റിമീറ്റർ, രണ്ടാമത്തത് 6 സെന്റിമീറ്റർ. ഇവിടെ 6, 8 ഇതിനൊന്ന് തിരിച്ചു വെച്ചാൽ, പൊസിഷൻ മാറ്റി വെച്ചാൽ നമുക്കറിയാം അത് ഈക്വൽ ആണ് അല്ലെ. ഇപ്പൊ രണ്ടും ഒരേ ട്രയാങ്കിൾ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ രണ്ട് വശങ്ങളായിട്ട് എടുക്കുകയും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് 24 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് എടുക്കുകയും ചെയ്താൽ നമുക്ക് ആ അളവുകൾ ഉപയോഗിച്ച് നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാം, ഒരെണ്ണം വരയ്ക്കാൻ സാധിക്കും. കാരണം എന്താ, ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഒരെണ്ണം മാത്രമേ നമുക്ക് ഈ മെഷർമെന്റ്സ് അല്ലെങ്കിൽ ഈ അളവുകൾ ഉപയോഗിച്ച് വരയ്ക്കാൻ സാധിക്കുള്ളൂ. അഞ്ചാമത്തെ ചോദ്യം, ചിത്രത്തിലെ നീല ത്രികോണത്തിന്റെ ഓരോ വശത്തിനും എതിർ മൂലയിലൂടെ സമാന്തര വര വരച്ചാണ് വലിയ ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ നീല ത്രികോണത്തിന്റെ അതേ പരപ്പളവുള്ള വേറെ എത്ര ത്രികോണങ്ങളുണ്ട്? അവയിൽ എല്ലാ അളവുകളും നീല ത്രികോണത്തിൻ്റെതു തന്നെയായ എത്ര എണ്ണമുണ്ട്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. In the picture below, the lines parallel to each side of the blue triangle through the opposite vertex are drawn to make the big triangle. How many triangles in the picture have the same area as that of the blue triangle? How many of them have the same measures of the blue triangle? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചിത്രം ഇങ്ങനെയാണ്. അപ്പൊ സെന്ററിൽ തന്നിരിക്കുന്ന ഈ ചെറിയ ട്രയാങ്കിൾ ആണ് ബ്ലൂ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു പോർഷൻ നമ്മളിവിടെ ഡോട്ട് ഇട്ടിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ചോദ്യം എന്താണ്, നമുക്ക് ഈ നീല ട്രയാങ്കിളിന്റെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന PQR എന്ന ട്രയാങ്കിളിന്റെ അതേ ഏരിയയുള്ള എത്ര ട്രയാങ്കിൾസ് ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. ദെൻ അതേ അളവുകളുള്ള PQRന്റെ തന്നെ അതേ അളവുകൾ വരുന്ന എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച റിസൾട്ട് നമുക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ഒരു ട്രയാങ്കിളിന് വേണ്ടിയിട്ട് ഒരു ബേസ് വരച്ചാൽ ആ ബേസിന് ഹൈറ്റ്, അതിന്റെ ഹൈറ്റ് എടുക്കുക, ആ ഹൈറ്റിന് പാരലൽ ആയിട്ടൊരു ലൈൻ, ഈ ബേസിന് പാരലൽ ആയിട്ടൊരു ലൈൻ ഇത്ര ഹൈറ്റിന് ശേഷം നമ്മൾ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിലേക്ക് വരയ്ക്കുന്ന എല്ലാ ട്രയാങ്കിൾസിനും, എല്ലാ ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണ് അല്ലെങ്കിൽ ഒരേ സെയിം ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു തത്വമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് ഈ ചെറിയ ത്രികോണം അല്ലെങ്കിൽ ചെറിയ ട്രയാങ്കിൾ PQR ആണല്ലോ, ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു വശത്തിന് ബേസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കിവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത് ഈ QR തന്നെ എടുക്കാം. ഇപ്പൊ QR ആണ് നമ്മുടെ ബേസ്. QR എന്ന് പറയുമ്പോൾ ഞാൻ ഇനി പറയുന്ന സൈഡ്സ് അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കണം.
ക്യു ആർ എന്നത് ബേസ് ആണെങ്കിൽ ഈ ട്രയാങ്കിളിൽ ക്യു ആർ ഈ ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഏതാണ്? ഇതിൽ പാരലൽ ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് എ ബി ആണ്. ഓക്കെ, അപ്പൊ എ ബി എന്നുള്ളത് ക്യു ആറിന് പാരലൽ ആണ് അല്ലെങ്കിൽ സമാന്തരമാണ്. അപ്പൊ നമുക്കറിയാം ഈ പാരലൽ ലൈനിലേക്ക് കണക്ട് ചെയ്ത് ഇതിൽ തേർഡ് വെർട്ടെക്സ് ആയിട്ട് നമുക്ക് ഈ പാരലൽ ലൈനായ എ ബിയിലെ ഏത് പോയിന്റ് തേർഡ് വെർട്ടെക്സ് ആയിട്ട് എടുത്ത് ട്രയാങ്കിൾ വരച്ചാലും അതിന്റെ എല്ലാം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തുല്യമായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി നമുക്ക് നോക്കാം, ഈ എ ബി എന്ന പാരലൽ ലൈനിൽ പി ക്യു ആറിന് പാരലൽ ആയിട്ടുള്ള എ ബി എന്ന ലൈനിൽ തേർഡ് വെർട്ടെക്സ് വരുന്ന ഏതൊക്കെ ട്രയാങ്കിൾസ് ഉണ്ട്? ഓക്കെ, നമുക്കറിയാം ഈ ക്യു ആർ പി അല്ലെങ്കിൽ പി ക്യു ആർ എന്ന് പറയുന്ന ഈ നീല ത്രികോണത്തിന്റെ തേർഡ് വെർട്ടെക്സ് ഇവിടെ തന്നെയാണ്, ഈ എ ബിയിൽ തന്നെയാണ്. അപ്പൊ ഇതിന്റെ തന്നെ ഏരിയയുള്ള മറ്റു ത്രികോണങ്ങളാണല്ലോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇവിടെ വെർട്ടെക്സ് വരുന്നത് ഇവിടെ ഒരു വെർട്ടെക്സ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ക്യു ആർ എന്ന ഈ ബേസിൽ നിന്ന് ഇതിന്റെ രണ്ടറ്റത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ശ്രദ്ധിച്ച് നോക്കണം. ഈ ക്യു ആർ ഇതാണ് ഒരു എൻഡ് പോയിന്റ്, ഇതൊരു എൻഡ് പോയിന്റ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ എ ആണ് നമ്മുടെ എ ക്യു ആർ എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ എന്ത് തന്നെയാണ്? ഈ പി ക്യു ആറിന്റെ സെയിം അല്ലെങ്കിൽ അതേ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തന്നെയാണ് വരുന്നത്. ക്ലിയർ അല്ലേ ചിത്രം? അതായത് നമുക്ക് പി ക്യു ആറിന്റെ അതേ പരപ്പളവ് വരുന്നത് ഏതാണെന്നുള്ളതാണ് നോക്കണ്ടേ. അപ്പൊ ഈ പാരലൽ ലൈനിൽ തേർഡ് വെർട്ടെക്സ് വരുന്നതും ബേസിന്റെ രണ്ടറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ ട്രയാങ്കിൾസും എന്ത് തന്നെയാണ്? സെയിം ഏരിയ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂയിലും ആർ ഇതിനായിട്ടാണ് ബേസിന് രണ്ട് എൻഡ് പോയിന്റ്സ്. ഇവിടെ നിന്ന് നമുക്ക് ഈ പാരലൽ ലൈനിൽ മീറ്റ് ചെയ്യുന്ന വേറെ വെർട്ടെക്സ് ഉണ്ടാവുന്നുള്ളത് നോക്കാം. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തി, എയിലെത്തി. ഓക്കെ, അപ്പൊ എ ക്യു ആർ എന്നുള്ളത് നമുക്ക് പി ക്യു ആറിന് തുല്യമാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിൾ നമുക്ക് കിട്ടി, ട്രയാങ്കിൾ എ ക്യു ആർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് നോക്കാം. ഇപ്പൊ ഇവിടെ ക്യു ആർ തന്നെയാണ് ബേസ്. ഇനി നമുക്ക് ഈ പാരലൽ ലൈനിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് പോയിന്റ് വരുന്നുണ്ടോ? ഇവിടെ ബിയിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ബിയിലേക്ക് ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ക്യൂയിലും ആറിലും പോയിന്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് തേർഡ് വെർട്ടെക്സ് ബിയിൽ കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ ബി ക്യു ആർ. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ ബി ക്യു ആർ നമുക്ക് പി ക്യു ആറിന്റെ സെയിം ഏരിയ ആണ് വരുന്നത്, ബി ക്യു ആർ. ഇപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് ക്യു ആറിനെ ബേസ് ആയിട്ട് എടുക്കുമ്പോൾ കിട്ടി അല്ലെ. ഇനി ഇതുപോലെ നമുക്ക് പി ആറിനെ ബേസ് ആയിട്ട് എടുക്കാം. അപ്പൊ പി ആറിനെ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് പി ആറിന് പാരലൽ ആയിട്ട് വരുന്ന ലൈൻ ഏതാണ്? എ സി ആണ്. ഓക്കെ, അപ്പൊ ഈ പി ആറിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിൽ നിന്നും എ സിയിലേക്ക് തേർഡ് വെർട്ടെക്സ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ പിയും ആറും എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ സിയിൽ മീറ്റ് ചെയ്തു. അപ്പൊ സി പി ആർ ഈ ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ട്രയാങ്കിൾ സി പി ആർ. ഓക്കെ, ഇനി അതുപോലെ പി ആർ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താണ്, ഇനി വേറൊരു ട്രയാങ്കിളും കൂടെ ഇതിൽ നിന്ന് ഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അറിയണം. ഓക്കെ, അപ്പൊ പി ആർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെർട്ടെക്സ് എയിൽ മീറ്റ് ചെയ്തു അല്ലെ. അപ്പൊ എ പി ആർ, എ പി ആർ നമുക്ക് എന്ത് തന്നെയാണ്? പി ക്യു ആറിന്റെ സെയിം ഏരിയ തന്നെയാണ് വരുന്നത്, എ പി ആർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ബേസ് സെലക്ട് ചെയ്യണം. അടുത്ത ബേസ് ഏതാണ്? പി ക്യു ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ക്യു ആറിനെ നോക്കി, പി ആറിനെ നോക്കി, ഇനി നമുക്ക് എന്ത് നോക്കണം? പി ക്യുവിനെ നോക്കണം. അപ്പൊ പി ക്യു എന്ന ഈ ബേസിന്, ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ഈ ബേസിന്, ഇത് ബേസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇതിന് പാരലൽ ആയിട്ട് വരുന്ന ലൈൻ എന്ന് പറയുന്നത് ബി സി ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ എവിടെ കിട്ടും? കണ്ടോ, ഇവിടേക്ക് ഒരു ട്രയാങ്കിൾ സിയിൽ നമുക്ക് തേർഡ് വെർട്ടെക്സ് വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്. അപ്പൊ ട്രയാങ്കിൾ സി പി ക്യു എടുത്തൂടെ. അപ്പൊ ട്രയാങ്കിൾ സി പി ക്യു എടുക്കാം. ഇനി എന്താണ്, ഇനി പി ക്യു ബേസ് ആയിട്ട് നമുക്ക് ഇതിന്റെ പാരലൽ ആയിട്ട് വരുന്ന ലൈൻ ഏതാണ്? ബി സി ആണ്. ഇതിലേക്ക് തേർഡ് വെർട്ടെക്സ് വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കൂടി ഉണ്ട്. അപ്പൊ ബി പി ക്യു. ഓക്കെ, ട്രയാങ്കിൾ ബി പി ക്യു. ഓക്കെ, ഇങ്ങനെ 6 ട്രയാങ്കിൾസ് ആണ് നമുക്ക് ട്രയാങ്കിൾ പി ക്യു ആറിനോട് ഏരിയക്ക് അതിന് തുല്യമായ ഏരിയ ആയിട്ട് വരുന്ന മറ്റ് ട്രയാങ്കിൾസ്. അപ്പൊ എത്ര എണ്ണം കിട്ടി നമുക്ക്? 1 2 3 4 5 6 ട്രയാങ്കിൾസ്. ഈ 6 ട്രയാങ്കിൾസിന്റെയും ഏരിയ ഈ സെന്ററിൽ നമുക്ക് നടുവിൽ തന്നിരിക്കുന്ന ഈ നീല കളറിൽ ഷെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവിനോട് തുല്യമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമതൊരു ചോദ്യം കൂടെ അതിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ട്രയാങ്കിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്,
ഇവിടെ നമുക്ക് ഒരുപാട് ട്രയാങ്കിൾസ് കാണാം. ഈ തന്നിരിക്കുന്ന ഇവിടെ കാണാവുന്ന ട്രയാങ്കിൾസിൽ ഈ നീല ത്രികോണത്തിന്റെ ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ അതേ മെഷർമെന്റ്സ്, അതേ അളവുകളുള്ള എത്ര ത്രികോണങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ നീല ത്രികോണം, ഓക്കെ, ഈ ഒരു പോർഷൻ, ഈ ത്രികോണത്തിന്റെ ഇത്രയും ഭാഗം ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഔട്ടർ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഔട്ടർ ട്രയാങ്കിളിന്റെ ഇത്രയും പോർഷനും കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കിയേ, CRPQ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഇവിടെ ബ്ലാക്ക് കളറിൽ നമ്മൾ ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ്. ഇതൊരു ക്വാഡ്രിലാറ്ററലാണ് അല്ലെ, ഇതൊരു ക്വാഡ്രിലാറ്ററലായിട്ട് നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോ ഈ ക്വാഡ്രിലാറ്ററലിന് എന്താണ് പ്രത്യേകത? നമുക്കറിയാം, ഈ PQ എന്ന വശത്തിന് പാരലലാണ് ഈ BC എന്ന വശം ആണല്ലോ. അപ്പോ ഈ PQവും RCയും പാരലലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ AC എന്ന വശം ഇവിടെ PR-ന് പാരലലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ CQവും PR-ഉം പാരലലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് മനസ്സിലാവും, ഒരു സാമാന്തരികമാണ് അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാം ആണ്. അത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ഒരു പാരലലോഗ്രാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പാരലലോഗ്രാം CRPQ ആണ് നമുക്ക് പാരലലോഗ്രാം വരുന്നത്. ഇതില് നമുക്ക് ഈ പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആണിത് അല്ലെ. ഈ QR എന്നുള്ളത് ഈ പാരലലോഗ്രാമിന്റെ അല്ലെങ്കിൽ സാമാന്തരികത്തിന്റെ വികരണമാണ് അല്ലെങ്കിൽ അതിന്റെ ഡയഗണൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് രണ്ട് തുല്യ പകുതിയല്ലേ. ഈ PQR എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും QCR എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ഈ സാമാന്തരികത്തിന്റെ അല്ലെങ്കിൽ പാരലലോഗ്രാമിന്റെ രണ്ട് തുല്യ ഭാഗങ്ങളാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഈ നീല ത്രികോണത്തിന്റെ അതേ മെഷർമെന്റ്സ് തന്നെയാണ് എന്തിനും വരുന്നുണ്ടാവുക, ട്രയാങ്കിൾ QCR അല്ലെങ്കിൽ CQR വരുന്നുണ്ടാവുക. അപ്പൊ അതേ മെഷർമെന്റ്സ്, PQRന്റെ അതേ മെഷർമെന്റ്സ് ഉള്ള ഒരു ട്രയാങ്കിളിനെ നമുക്ക് ഇപ്പൊ ഇവിടെ കിട്ടി. ഏതാണ്? ട്രയാങ്കിൾ CQR. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്തും കൺസിഡർ ചെയ്യാം, ഇപ്പുറത്തും കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ PQR, അതുകൂടാതെ എന്തും കൂടെ വേണം, ഈ RBയെയും ഈ PBയെയും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ എങ്ങനെയായിട്ട് മാറും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, BPQR. ഓക്കെ, BPQR എന്ന സാമാന്തരികം നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ അതിന്റെ ഡയഗണൽ ആണ് എന്ത്, ഈ PR എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്, തുല്യ ഭാഗങ്ങളാണ്. അപ്പൊ ഇവിടെ വരുന്ന ഈ ട്രയാങ്കിൾ PQR എന്ന ഈ ട്രയാങ്കിളും ഇവിടെ PBR എന്ന് പറയുന്ന ട്രയാങ്കിളും എന്ത് തന്നെയാണ്, സെയിം മെഷർമെന്റ്സ് തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിളിനെ കൂടെ കിട്ടി. ഏതാണ്? PBR അല്ലെങ്കിൽ BPR, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ എഴുതിക്കോളൂ. ഇനി നമുക്കൊരു ട്രയാങ്കിൾ കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെ. ഇവിടെ ഏതാണ്? ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ഈ ചെറിയ ട്രയാങ്കിളിന്റെ കൂടെ ഈ ഒരു ട്രയാങ്കിൾ കൂടെ എടുക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? AQRP. ഇതെന്താണ്? ഒരു സാമാന്തരികമാണ്. ഇതിന്റെ രണ്ട് പാരലൽ സൈഡ്സ് ആണ് ഇത് അല്ലെ. AQന് പാരലാണ് PR, അതുപോലെ APക്ക് പാരലാണ് QR. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരുന്നത്? ഈ PQ എന്ന് പറയുന്നത് എന്താണ്? ഈ പാരലലോഗ്രാമിന്റെ അല്ലെങ്കിൽ സാമാന്തരികത്തിന്റെ ഡയഗണൽ ആണ് അല്ലെങ്കിൽ വികരണമാണ്. അപ്പൊ എന്താണ്? ഇത് രണ്ടും തുല്യ ഭാഗങ്ങളാണ്. അപ്പൊ ഈ PQRന് തുല്യമായ ഒരു ഭാഗം കൂടെ നമുക്ക് കിട്ടി. ഏതാണ്? AQP. ട്രയാങ്കിൾ APQ. ഓക്കെ, ഇത് മൂന്നും എന്താണ്? PQRന് തുല്യമായ അതേ മെഷർമെന്റ്സ് ഉള്ള മറ്റ് മൂന്ന് ത്രികോണങ്ങളാണ് അല്ലെങ്കിൽ മറ്റ് മൂന്ന് ട്രയാങ്കിൾസ്. ചോദ്യം: ചിത്രത്തിലെ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തുല്യമാണെന്ന് തെളിയിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രൂവ് ദാറ്റ് ദ ടു ട്രയാങ്കിൾസ് ഷോൺ ബിലോ ഹാവ് ദി സെയിം ഏരിയ. അപ്പൊ താഴെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ആ ട്രയാങ്കിൾസ് നമ്മളിവിടെ എടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് പേരുകളൊക്കെ കൊടുക്കാം. നമ്മളിവിടെ പേരൊക്കെ കൊടുത്തു. ആദ്യത്തെ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുത്തു. ABയുടെ നീളം 4 സെന്റിമീറ്റർ ആണ്. ആംഗിൾ CAB 50 ഡിഗ്രി ആണ്. ദെൻ ACയുടെ നീളം 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, രണ്ടാമത് തന്നിരിക്കുന്ന ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം ഇങ്ങനെയാണ്. ഞാൻ അതിന് PQR എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഈ PQവിന്റെ നീളം എന്ത് തന്നെയാണ്? 4 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ നോക്കി, ഇതിന്റെ ബേസും എന്താണ്? സെയിം 4 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത്.
ഇനി ഇവിടെ പി ആറിന്റെ നീളം എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് ആ ഒരു സാമ്യം കാണാം. ഇവിടെയും എന്ത് തന്നെയാണ്? എ സിയുടെ നീളം എന്ന് പറയുന്നത് ഒരു വശം 3 സെന്റിമീറ്റർ ആണ്. ഇനി ഇവിടെ ഈ ആംഗിൾ ആർ പി ക്യൂ എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ പി ക്യു ആറിനെ നമുക്ക് അങ്ങോട്ടൊന്ന് തിരിച്ചു വെക്കാം. ഓക്കെ, അതായത് ഈ സെയിം ട്രയാങ്കിൾ തന്നെ അങ്ങോട്ടൊന്ന് തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ പി ക്യു ബേസ് ഒക്കെ സെയിം തന്നെ ഈ ആംഗിളിനെ പതുക്കെ അങ്ങോട്ട് തിരിച്ചു വെച്ചു. ഓക്കെ, അങ്ങോട്ട് തിരിച്ചു വെക്കുമ്പോൾ ഈ 130 ഡിഗ്രി ആംഗിൾ എവിടെ വന്നു? ഇവിടെ വന്നു, ഈ ക്യൂയിൽ വന്നു. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് തിരിച്ചു വെക്കാം. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇതിനടുത്ത് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണം. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ചിത്രങ്ങളിലുമുള്ള സാമ്യം എന്ന് പറയുന്നത് എന്താണ്? ബേസ് രണ്ടിനും 4 സെന്റിമീറ്റർ ആണ്. അതിലെ ഓരോ വശങ്ങൾ ഈ മറ്റു തന്നിരിക്കുന്ന ഈ ഓരോ വശവും എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ 4 സെന്റിമീറ്റർ ഉള്ള ബേസിൽ നിന്ന് ഈ രണ്ട് ചിത്രങ്ങളും ഒരുമിച്ച് വരച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ രണ്ടിന്റെ ബേസ് 4 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ 4 സെന്റിമീറ്ററിൽ എ ബി എന്ന് തന്നെ കൊടുക്കാം. എ ബി 4 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ ഈ എ ബിയിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിളിൽ ഈ ആംഗിൾ എത്ര വരുന്നത്? 50 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പ്രൊട്രാക്ടർ വെക്കുക, 50 ഡിഗ്രി ഇവിടെ മെഷർ ചെയ്തെടുക്കാം. ഓക്കെ, എത്ര സെന്റിമീറ്റർ വേണം? 3 സെന്റിമീറ്റർ. ഓക്കെ, 3 സെന്റിമീറ്റർ അളന്നെടുത്ത് ഇവിടെ ജോയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ എ ബിയിലേക്ക് എ ബിയിലേക്ക് തന്നെയാണ് നമ്മളിത് മീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എ ബിയിലേക്ക് മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, അപ്പൊ അതായത് സെയിം ഈ ട്രയാങ്കിൾ അങ്ങനെ തന്നെ എടുത്ത് ഞാൻ ഇവിടെ വരച്ചു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിനെ എടുത്തിട്ട് അങ്ങനെ തന്നെ ഇവിടെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ ട്രയാങ്കിളിനെ നമ്മൾ എവിടെ തന്നെ ചെയ്യാൻ പോകുന്നത്? ഈ എ ബി എന്ന ബേസിൽ തന്നെയാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ എ ബി എന്ന ബേസ് എടുത്തിട്ട് ഇവിടെ നമുക്ക് ഏത് വേണം? ഈ ട്രയാങ്കിൾ 130 ഡിഗ്രി ആംഗിളിനെ നമ്മൾ ഈ സെയിം, അതായത് നമുക്കിപ്പോ ഇവിടെ എ ബി തന്നെയാണ് വരുന്നത് അല്ലെ. എ ബി 4 സെന്റിമീറ്റർ ആണ്, പി ക്യു 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ പി ക്യുവിനെ നമ്മൾ ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചാൽ ഈ ട്രയാങ്കിളിനെ എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പി ക്യു എന്ന് പറയുന്നത് എവിടെ തന്നെ വരും? ഈ എ ബിയുടെ മുകളിൽ തന്നെ കറക്റ്റ് ആയിട്ട് വരും അല്ലെ. അപ്പൊ ഈ ആംഗിൾ ഇവിടെ വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഇവിടെ നിന്ന് നമുക്ക് 130 ഡിഗ്രി ഈ ആംഗിൾ ആണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലെ. ഇവിടെ നിന്നുള്ള ഒരു ആംഗിൾ ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു 130 ഡിഗ്രി ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെയും നീളം എത്രയാണ്? ഈ ലെങ്ത് വരുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഇതിൽ നമ്മൾ നീട്ടി വരച്ചിട്ട് 3 സെന്റിമീറ്ററിൽ കട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 130 ഡിഗ്രി കിട്ടി. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഈ ട്രയാങ്കിളിന്റെ മുകളിൽ നമ്മൾ ഈ ട്രയാങ്കിളിനെ എടുത്ത് ജസ്റ്റ് അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. വേറെ ഒന്നും നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല. ആകെ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത് തന്നിരിക്കുന്ന ട്രയാങ്കിളിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചു. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു രൂപമാണ് കിട്ടിയത്. ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും ആണല്ലോ. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ട് നമുക്ക് കിട്ടും. എങ്ങനെ? ഈ രണ്ട് ലെങ്ത്തും 3 സെന്റിമീറ്റർ വീതമാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ജോയിൻ ചെയ്ത് കൊടുത്തൂടെ? അപ്പൊ ഈ രണ്ട് എൻഡ് പോയിന്റ്സ്, ഈ രണ്ട് വേർട്ടീസസ് നമ്മൾ ജോയിൻ ചെയ്യാണ്. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ എ ബി എന്നത് നമ്മുടെ ബേസ് ആണ്. ഇവിടെ നമുക്ക് ഒരു ലൈൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഒരു ലൈൻ വരുന്നുണ്ട്. ഇത് രണ്ടും എന്താണ്? പാരലൽ ആണ് ആണല്ലോ. അപ്പൊ ഇത് രണ്ടും പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈൻസ് ആണ്. ഇതിനെ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്നത് എ ബിക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു സാമാന്തരികമാണ് അല്ലെങ്കിൽ പാരലലോഗ്രാം ആണ്. അപ്പൊ ഈ പാരലലോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ബേസ് ഇതാണ്. ഈ ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ തേർഡ് വെർട്ടെക്സ് ഈ പാരലൽ ലൈനിൽ വരത്തക്ക രീതിയിൽ എത്ര ട്രയാങ്കിൾസ് വരച്ചാലും അതിന്റെ എല്ലാം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തുല്യമായിരിക്കും ആണല്ലോ. അപ്പൊ ഈ ബേസിൽ നിന്ന് എത്ര ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്? ഇവിടെ തേർഡ് വെർട്ടെക്സ് വരുന്ന രീതിയിൽ ഈ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇവിടെ തേർഡ് വെർട്ടെക്സ് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾസ്. അതിനർത്ഥം എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ തുല്യമാണ്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് വരയ്ക്കാം.
ഈ ചിത്രത്തിനെ നമ്മൾ ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ എ ബി എന്നുള്ളത് ബേസ് ആണ്. ആദ്യം നമ്മൾ വരയ്ക്കുന്നത് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ്. അതാണ് നമ്മൾ നീല കളറിൽ വരച്ചിട്ടുള്ളത്. എ ബി സി എന്ന ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ മെഷേഴ്സ് എ ബി 4 സെന്റിമീറ്ററും എ സി 3 സെന്റിമീറ്ററും ആംഗിൾ സി എ ബി 50 ഡിഗ്രിയുമാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ട്രയാങ്കിൾ വരച്ചതിന് ശേഷം നമ്മൾ ഈ ട്രയാങ്കിളിനെ എടുത്ത് ജസ്റ്റ് ഇതിന്റെ മേലിൽ വെക്കുകയാണ്. അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ആംഗിൾ ആർ ബി എ അല്ലെങ്കിൽ എ ബി ആർ എന്ന് പറയുന്നത് 130 ഡിഗ്രി. ഈ ഒരു ആംഗിൾ കണ്ടോ, ഈ ഒരു ആംഗിൾ 130 ഡിഗ്രിയാണ്. ദെൻ ബി ആർ എന്ന ഈ വശം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഈ രണ്ട് ആംഗിൾസിനെ നോക്കൂ. ഇവിടെ 50 ഡിഗ്രിയും ഇവിടെ 130 ഡിഗ്രിയുമാണ്. 50 പ്ലസ് 130 180, 180 ഡിഗ്രിയാണ് ഇതിന്റെ സം വരുന്നത്. അതിനർത്ഥം എന്താണ്, ഈ രണ്ട് ആംഗിൾസും അനുപൂരകങ്ങളാണ് അല്ലെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് സൈഡ്സിന്റെ നീളം തുല്യമാണ്. അതായത് ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സൈഡ്സ് പാരലൽ ആണ്, ഈക്വൽ ലെങ്ത് ആണ് വരുന്നത്. ഇത് അനുപൂരകങ്ങളായിട്ടുള്ള കോണുകളാണ് അല്ലെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എ ബി ആർ സി എന്നുള്ളത് എന്താണ്, ഒരു പാരലോഗ്രാം ആണ് അല്ലെങ്കിൽ സാമാന്തരികമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ സി ആർ എന്ന് പറഞ്ഞ ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്ത് കൊടുത്താൽ എ ബിക്ക് പാരലൽ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്, എ ബിയും സി ആറും പാരലൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ബി ബേസ് ആയിട്ട് എടുത്ത് അതിന്റെ പാരലൽ ലൈൻ ആയിട്ട് ഉള്ള ഈ സി ആറിലെ ഏതൊരു പോയിന്റ് തേർഡ് വെർട്ടെക്സ് ആകുന്ന രീതിയിൽ ട്രയാങ്കിൾസ് എത്ര വരച്ചാലും അതിന്റെ എല്ലാം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തുല്യമായിരിക്കും. അതുകൊണ്ട് ട്രയാങ്കിൾ എ സി ബിയുടെയും ട്രയാങ്കിൾ എ ആർ ബിയുടെയും ഏരിയ അല്ലെങ്കിൽ പരപ്പളവുകൾ തുല്യമാണ്. അടുത്ത സെക്ഷൻ നമുക്ക് വരുന്നത് ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾ എന്നുള്ളതാണ്, ചതുർഭുജവും ത്രികോണവും. അപ്പൊ ആ ഒരു പോർഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.